സച്ചിൻ ഒരിക്കൽ കൂടി തന്റെ ഏറ്റവും മികച്ച ഷോർട്ട് സോണുകളിൽ ഒരു പുനർസന്ദർശനത്തിനെന്നോണം എത്തിയ സമയമായിരുന്നത്. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഗ്രെയിംസ് വാനിനെ ലോങ് ഹാൻഡിലിന്റെ മാരകമായ ഉപയോഗങ്ങളിലൊന്നിലൂടെ ലോങ് ഓണിന് മുകളിലൂടെ അപമാനിച്ച ഷൂട്ടിൽ തുളുമ്പി നിന്നിരുന്നത് വിന്റേജ് സച്ചിനിസം തന്നെയായിരുന്നു. തൊട്ടടുത്ത പന്തിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അയാളുടെ ഒരു സ്ലോഗ് സ്വീപ്പ് ഗാലറിയിലെത്തുമ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 22 വർഷത്തോളം നീണ്ട അയാളുടെ ഗ്രീസിലെ തപസ്യ അതിന്റെ സാർത്ഥകതയിലേക്ക് നീങ്ങുകയായിരുന്നു. മറ്റാരെക്കാളും അതിന് ശ്രമിക്കേണ്ടത് താൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവായിരുന്നു അയാളുടെ ആ ടൂർണമെന്റിലെ ഓരോ ഇന്നിങ്സും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 സെഞ്ചുറികൾ, ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായകമായ അർദ്ധശതകം, സെമിയിൽ മങ്ങിയെങ്കിലും മത്സരത്തിന്റെ വിധി നിർണയിച്ച 85. തന്റെ കരിയറിലെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യത്തിന് അയാൾ രക്തവും വിയർപ്പും നൽകുകയായിരുന്നു. 96 എഡിഷനിലെ ജയസൂര്യയെ പോലെ വിധിയാൽ നിർണയിക്കപ്പെട്ടവനായി ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നു, യുവരാജ് സിംഗ്.